അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ്സിലെ നാളത്തെ പരീക്ഷയായ ഫിഖ്ഹിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, റമളാൻ മാസം നോമ്പ് എന്താണ്? ഇവിടെ വലതുഭാഗത്തെ കള്ളിയിൽ എന്തൊക്കെയാണുള്ളത്? നിസ്കാരം, നോൽക്കൽ, തടവുക, നീങ്ങുക, കഴുകുക. അപ്പോൾ എന്തായിരിക്കും? റമളാൻ മാസം നോമ്പ് നോൽക്കൽ. ഇനി രണ്ടാമത്തേത് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് എന്താണ്? നിസ്കാരം. ഇനി 3 ഇടത് കൈ മുട്ടുൾപ്പെടെ എന്താ ചെയ്യേണ്ടത്? കഴുകുക. ഇനി ചെവി രണ്ടും ഒന്നിച്ച് തടവുക. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അപ്പം ഇവിടെ എന്താണ്? ഇടത് കൈ മുട്ടുൾപ്പെടെ എന്നുള്ളത് കഴുകുക എന്ന് തന്നെ പഠിക്കണം. ചെവി രണ്ടും ഒന്നിച്ച് തടവുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പൂരിപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അല്ലാഹുമ്മ ഡാഷ് ഹദൈത്. നമ്മളെ കുനൂത്തിലെ ആദ്യത്തെ വരിയാണ് അല്ലേ? എങ്ങനെയാണ്? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. അപ്പോൾ ഇത് അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ എന്നാണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, അസ്സലാമു അലൈക്കും ഡാഷ്. എങ്ങനെയാണ് സലാം വിട്ടലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോൾ അവിടെ വറഹ്മത്തുള്ളാ എന്ന് എഴുതി കൊടുക്കണം. ഇനി മൂന്നാമത്തത്, ഒന്നാം സലാം വീട്ടുമ്പോൾ ഡാഷ് ഭാഗത്തേക്കും രണ്ടാമത്തേതിൽ ഡാഷ് ഭാഗത്തേക്കും മുഖം തിരിക്കുക. അപ്പോൾ എങ്ങോട്ടൊക്കെയാണ് മുഖം തിരിക്കേണ്ടത്? ഒന്നാം സലാം വീട്ടുമ്പോൾ വലത് എന്നാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ രണ്ടാമത്തേതിൽ ഇടതു ഭാഗത്തേക്കും മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്ത എന്താണ്? നാലാമത്തെ ചോദ്യം അത്തഹിയാത്തിൻ്റെ ആദ്യത്തെ വരിയാണ്. അത്തഹിയാത്തുൽ മുബാറക്കാത്തു ഡാഷ് ലില്ലാ. എന്താ ഉത്തരം? അസ്സലവാത്തു ത്വയ്യിബാത്തു. അത്തഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്തു ത്വയ്യിബാത്തു ലില്ലാ. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ്? അഊദു ബില്ലാഹി മിന ഡാഷ്. എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എളുപ്പല്ലേ? ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? തബാറക്ത റബ്ബന. എന്തൊക്കെയാണ് ബോക്സിൽ? അക്ഷരത്തെറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിയായത് നമ്മൾ അടയാളപ്പെടുത്തണം. ഒന്നാമത്തത് വതആലൈസ, രണ്ടാമത്തത് വതആലൈത, മൂന്നാമത്തത് വതഹാലൈത. അപ്പോൾ ഏതാണ് ശരി? വതആലൈത്. തബാറക്ത റബ്ബന വതആലൈത്. ഇനി രണ്ടാമത്തെ ചോദ്യം സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. എന്തൊക്കെയാണ് ബോക്സിൽ? വബിഹംദിഹി, വബിജംദിഹി, വബിഹംദിഹി. ഏതാണ് ഉത്തരം? വബിഹംദിഹി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? തുമനീനത്ത്. എന്താ തുമനീനത്ത് എന്ന് പറഞ്ഞാൽ? ഇവിടെ ബോക്സിൽ അനക്കം അടങ്ങുക, അനക്കം 2 കാല്. അപ്പോൾ ഉത്തരം എന്താണ്? തുമനീനത്ത് പറഞ്ഞാൽ അനക്കം അടങ്ങുക എന്നാണ്. ഇനി ചോദ്യം 4, സ്ത്രീകൾക്ക് സുന്നത്താണ് ഏതൊക്കെ? ഇഖാമത്താണ് അല്ലേ? ഇതിലേതാണ് ശരിയായിട്ട് എഴുതിയിട്ടുള്ളത്? ഒന്നാമത്തെ ഇഖാമത്ത്, രണ്ടാമത്തേത് ഇഫാമത്ത്, മൂന്നാമത്തേത് ഇഖാമത്ത്. അപ്പോൾ അതാണ് ശരി.
മൂന്നാമത്തതാണ് ശരി അല്ലേ? അപ്പം ഇങ്ങനെ ശരിയായ അക്ഷരങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് അടയാളപ്പെടുത്തണം. ശരിയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി 4ാമത്തെ പ്രവർത്തനം അർത്ഥം എഴുതുക. എന്താണ്? ഒന്നാമത്തെ ചോദ്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. എന്താണ് അർത്ഥം? തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിനർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. 5ാമത്തെ പ്രവർത്തനം നോക്കിയാലോ? ഉത്തരം എഴുതുക. അതിൽ ഒന്നാമത്തെ ചോദ്യം അത്തഹിയാത്ത് ഓതേണ്ടത് എപ്പോൾ? എപ്പോഴാണ് അത്തഹിയാത്ത് ഓതേണ്ടത്? നമ്മൾ 8ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഉത്തരം? നിസ്കാരത്തിലെ 2ാമത്തെ റക്അത്തിലും അവസാനത്തെ റക്അത്തിലും 2 സുജൂദുകൾക്ക് ശേഷം ഇരുന്ന് അത്തഹിയാത്ത് ഓതണം അല്ലേ? ഇനി 2ാമത്തെ ചോദ്യം ഒരു റക്അത്ത് പൂർത്തിയാകും എപ്പോൾ? എപ്പോഴാണ്? 2ാം സുജൂദിൽ നിന്ന് ഉയരുന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയാകും. അപ്പോൾ ഉത്തരം എന്താണ് എഴുതേണ്ടത്? 2ാം സുജൂദിൽ നിന്ന് ഉയരുന്നതോടെ. ഇനി 3ാമത്തെ ചോദ്യം ഫാത്തിഹയ്ക്ക് മുമ്പ് എന്തൊക്കെ ചൊല്ലണം? വജ്ജഹ്തുവും അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നും ചൊല്ലണം. ഇനി 4ാമത്തെ ചോദ്യം സുബ്ഹി ബാങ്കിൽ മാത്രം 2 തവണ പറയേണ്ട കലിമത്തുകൾ ഏതൊക്കെയാണ്? അസ്സലാത്തു ഖൈറും മിനന്നൗം എന്നാണ് 2 തവണ പറയേണ്ട കലിമത്ത്. ഏതാണ്? അസ്സലാത്തു ഖൈറും മിനന്നൗം. ഇനി 6ാമത്തെ പ്രവർത്തനം 2 എണ്ണം വീതം എഴുതാം. ഉത്തരങ്ങളൊക്കെ 2 എണ്ണം എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം സുജൂദിൽ നിലത്ത് വെക്കേണ്ടുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഇവിടെ ഉത്തരം പറയുമ്പോൾ എല്ലാം പറയുന്നുണ്ട്. നെറ്റി, മൂക്ക്, 2 മുൻകൈയിൻ്റെ പള്ളകൾ, 2 കാൽമുട്ടുകൾ, 2 പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ. അപ്പോൾ ഇതിലെ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഇനി 2 വുളൂ മുറിയുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഏതെങ്കിലും 2 എണ്ണം എഴുതാം. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, മലമൂത്രദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തവ പുറപ്പെടുക. ഇനി 3ാമത്തെ ചോദ്യം ഫർള് നിസ്കാരങ്ങളുടെ പേരുകൾ. ഏതെങ്കിലും 2 ഫർള് നിസ്കാരങ്ങളുടെ പേര് എഴുതിയാൽ മതി. ളുഹ്ർ, അസർ, അല്ലെങ്കിൽ മഗ്രിബ്, ഇശാഹ്, സുബ്ഹ്. ഇതിലേതെങ്കിലും 2 എണ്ണത്തിൻ്റെ പേര് എഴുതാം. ഇനി 4ാമത്തെ ചോദ്യം ഇസ്ലാം കാര്യങ്ങൾ. അതിലേതെങ്കിലും 2 എണ്ണം എഴുതാം. ഒന്നാമത്തേത് ഷഹാദത്ത്, നമുക്ക് എളുപ്പമുള്ള 2 എണ്ണം എഴുതാം. സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക. അല്ലെങ്കിൽ ഏതൊക്കെ എഴുതാം? റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക, 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക, ഷഹാദത്ത് കലിമ 2ഉം അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. ഇതിലേത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏതാ എന്ന് വെച്ചാൽ അത് എഴുതാം അറിയുന്നത്. പിന്നെ 5ാമത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നവ. ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക? ഉറക്കം, ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ടൊക്കെ വകതിരിവ് നീങ്ങും അല്ലേ? അപ്പോൾ നമ്മളിതിൽ ഏതാണ് എഴുതുക? നിങ്ങൾക്ക് എളുപ്പമുള്ളത് എഴുതിയാൽ മതി. ഉറങ്ങുക, മത്ത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ? ഇനി 7ാമത്തെ പ്രവർത്തനം നോക്കിയാലോ? ഇത് അവസാനത്തെ പ്രവർത്തനമാണ്. ക്രമീകരിക്കാം. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ക്രമം തെറ്റിച്ച് തന്നിട്ടുള്ളത്. ഒന്നാമത്തത് അൽ അലീം, പിന്നെ സുബ്ഹാന,
പിന്നെന്താണ് വബിഹംദിഹി, പിന്നെ റബ്ബിയ. ഇതെന്താണ് റുക്കൂയിൽ നാം 3 തവണ ചൊല്ലുന്ന ദിക്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്? ആദ്യം സുബ്ഹാന, പിന്നെന്താ റബ്ബിയൽ അലീം വബിഹംദിഹി, അങ്ങനെയല്ലേ? ഇനി ഇത് ചേർത്ത് എഴുതിയാൽ എങ്ങനെയാണ്? സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ഈ ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.